ആത്മഹത്യ ചെയ്ത സോളുകൾക്ക് അവർക്ക് എളുപ്പമല്ല പിന്നീടുള്ള ലൈഫ് എന്ന് പറയുന്നത് അല്ലേ. നിങ്ങളുടെ ഇല്ലായ്മ എന്നുള്ള വലിയ പ്രസക്തിയൊന്നുമില്ല. നമ്മളെല്ലാവരും വിചാരിക്കണം നമ്മളില്ലെങ്കിൽ ഇവിടെ ഭൂമിയില്ല എന്നുള്ളതാണ്. നമ്മളില്ലെങ്കിലും അതിനനുസൃതമായ കാര്യം നടന്നു പോയിക്കോളുന്നുള്ള. സാർ ആ ഒരു മൊമെന്റിൽ ഞാൻ എൻ്റെ മോളും കൂടെ കൈ പിടിച്ച് റെയിൽവേ ട്രാക്കിലേക്ക് നടന്നതായിരുന്നു. എന്നിട്ട് തിരിച്ച് വന്നതിന്റെ പിറ്റേ ദിവസമാണ് എനിക്ക് PSC റിക്രൂട്ട്മെന്റ് കിട്ടിയെന്നുള്ള എന്നോട് പറഞ്ഞ എൻ്റെ ക്ലയന്റ് ഉണ്ട്. അതായത് ഇനി ഒരു പക്ഷേ അവൻ ആ ഒരു മൊമെന്റിൽ ആത്മഹത്യ ചെയ്യാൻ കാരണമായ പ്രശ്നത്തിനെ അവന് പരിഹരിക്കാനും കുറേയും കൂടെ ബെറ്റർ ആയിട്ട് ജീവിക്കാനുമുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ള റിയലൈസ് ചെയ്യുന്ന ഒരു ആ മൊമെന്റിൽ ഒരു ഭയങ്കര റിഗ്രറ്റ് ചെയ്യും. അപ്പോൾ അവിടെ നിൽക്കുന്ന ഇൻക്വസ്റ്റ് നിൽക്കുന്ന പോലീസുകാർ പറഞ്ഞ് നമുക്കൊരു 3-4 പേര് നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കണം, അങ്ങനെയാണ് എൻ്റെ പ്രൊസീജിയർ. ഞാൻ പറഞ്ഞു സാർ എന്നെ വിളിക്കണ്ട, എനിക്കതിനൊരു കംഫർട്ട് ഇല്ല എന്ന് പറഞ്ഞു, എനിക്ക് അങ്ങനെ കാണാൻ പോലും താല്പര്യമില്ല എന്ന് പറഞ്ഞു. പറയില്ല, അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. നമുക്ക് ആ ലോഡ്ജിൽ ഒരാളുണ്ട്, നിങ്ങൾ 2 ഫ്രണ്ട്സ് ഉണ്ട്, താഴെ ഒരു ഓട്ടോറിക്ഷക്കാരനൊക്കെ വന്ന് ഞങ്ങൾ നിന്നപ്പോൾ ഈ ബോഡി ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കണം, ഞാൻ ഇവിടെ നിൽക്കണം തൊട്ടിപ്പുറത്ത്. അപ്പോൾ അങ്ങനെ നിർത്തി ഞങ്ങളൊരു 5 പേരെ ഇങ്ങനെ ഒരുമിച്ച് നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുത്ത്, അതുപോലെ അന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് എൻ്റെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബോഡി വിട്ടു കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ അന്ന് നൈറ്റ് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇൻഫാക്ട് പിറ്റേ ദിവസമാണ് എൻ്റെ ഫ്യൂണറലൊക്കെ. അന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഭയങ്കര ഉറങ്ങാൻ പോകുമ്പോഴൊക്കെ അല്ലെങ്കിൽ കിട്ടുന്നത് ഈ ഒരു, കാരണം അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുമിച്ചൊരു പായൽ കിടന്ന് ഉറങ്ങി കുറേ കാലമെങ്കിലും ജീവിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടിയൊരു ഇൻസൈറ്റ് ഉണ്ട്. ആക്ച്വലി ഇത് അവൻ വന്ന് പറഞ്ഞു തന്നത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ആക്ച്വലി കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് പലപ്പോഴും കേട്ടിട്ടുണ്ട് രോഹിത്. ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസിലൂടെ പോയിക്കണ ആരോട് ചോദിച്ചാലും അവർ പറയുന്നൊരു കാര്യമുണ്ട്, ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ അവരുടെ എൻറ്റയർ ലൈഫ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഒരു റീല് പോലെ അവർ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഇത് എൻ്റെ ഓൺ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു പ്രാവശ്യം എൻ്റെ വായൊരു മിഠായി തടഞ്ഞിട്ട് ഞാനൊരു ഫ്യൂ സെക്കൻഡ്സിലേക്ക് ഇങ്ങനെ ഫ്രീസ് ആയി പോയാലും ഞാൻ ശരിക്കും ലിറ്ററലി ഒന്ന് തീർന്നു പോയാനെ. ലക്കിലി സർവൈവ് ചെയ്തതാണ്. പക്ഷെ ആ ഒരു മൊമെന്റിൽ എൻ്റെ ഉള്ളിൽ കൂടെ പോയത് എൻ്റെ അച്ഛൻ്റെ, അമ്മയുടെ, ഭാര്യയുടെ, മക്കളുടെ ഒക്കെ ഇതുകൾ, എൻ്റെ ചൈൽഡ്ഹുഡൊക്കെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പോയി. അപ്പോൾ ഇത് എല്ലാവരും തന്നെ പറയണത് കോമയിലായ ആളുകളുടെ അവസ്ഥയാണെങ്കിലും നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഒക്കെ പറയണമെങ്കിലും ഒരു സംഭവമാണ്. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, ഈ ആത്മഹത്യ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ആ സോളുകൾക്ക് ഒരു കോൺട്രാക്ട് ഉണ്ട്. ഒരു സർട്ടൺ ലൈഫ് വരെ ജീവിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണല്ലോ വരുന്നത്. അതിനെ ഇവർ ഇടയിൽ വെച്ച് ബ്രേക്ക് ചെയ്താണ് പോകുന്നത്, പല കാരണങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ ദ മൊമെന്റ് ദ ലീവ് ദ ആത്മാവ് ഈ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ അവരുടെ റിമൈനിങ് ലൈഫും കൂടെ കാണും. അതായത് ഇനി ഒരു പക്ഷേ അവൻ ആ ഒരു മൊമെന്റിൽ ആത്മഹത്യ ചെയ്യാൻ കാരണമായ പ്രശ്നത്തിനെ അവന് പരിഹരിക്കാനും കുറേയും കൂടെ ബെറ്റർ ആയിട്ട് ജീവിക്കാനുമുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ള റിയലൈസ് ചെയ്യുന്ന ഒരു ആ മൊമെന്റിൽ ഒരു ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യും. ആ ചെയ്ത മൊമെന്റ് ദേ വിൽ ട്രൈ മാക്സിമം ടു ഗെറ്റ് ഇൻ ടു ദ ബോഡി അഗൈൻ. അതിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഈ ആത്മഹത്യ ചെയ്ത സോളുകൾക്ക് അവർക്ക് എളുപ്പമല്ല പിന്നീടുള്ള ലൈഫ് എന്ന് പറയുന്നതും അല്ലേ. ഇത് കുറേ നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്കൊരു ഐ ഓപ്പണർ ആയിരുന്നു. കാരണം ഞാൻ കുറേ പേരോട് സംസാരിച്ചവരൊക്കെ പറഞ്ഞത്, സാർ ഞങ്ങൾ ആ ഒരു മൊമെന്റിലൂടെ പോയിട്ട്, അതായത് ആത്മഹത്യ ചെയ്യാൻ തോന്നാത്തവരായിട്ട് നമ്മുടെ നാട്ടിൽ കുറച്ച് പേരുള്ളൂ. ലൈഫിലെ നമ്മൾ കുറേ പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ലൈഫിൽ 1 or other ടൈം അവർ എപ്പോഴെങ്കിലൊക്കെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ പിള്ളേരോട് പറഞ്ഞൊരു റീല് ചെയ്യണം. ഞാൻ കണ്ട റീലാണ്. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുകയാണ് റീല്. ഒരാൾ വരുന്നു, നിങ്ങൾ ആത്മഹത്യയെ പറ്റി ചിന്തിക്കുകയാണ് എങ്കിൽ ഈ വീഡിയോ കാണാതെ പോകരുത് എന്ന് പറഞ്ഞിട്ട് കുറേ സമയത്തൊക്കെ പുള്ളി ഇങ്ങനെ മിണ്ടാതിരിക്കുക. എന്താ സ്കിപ്പ് ചെയ്യാത്ത മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത? സത്യം ഞാൻ ആലോചിക്കാണ്, ഞാൻ ആത്മഹത്യ കണ്ടോണ്ടിരിക്കുകയാണ്, പിന്നെ എന്തിനാണ് സ്കിപ്പ് ചെയ്യാതെ കണ്ടോണ്ടിരിക്കണേ? അപ്പൊ എല്ലാ മനുഷ്യന്റെയും മനസ്സിൽ ഇങ്ങനൊരു തോട്ട് എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ട്. ചെറിയ ഒരു പോയിന്റിൽ അതിനെ ചിലരെടുത്തങ്ങ് പ്രയോഗിക്കും. അത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ വെച്ചാൽ രോഹിത്, ഇത് ഇത്തരത്തിലുള്ള സംഭവം. കാരണം എല്ലാവരും ഈ ഒരു സ്റ്റേജിൽ കൂടെ ഫേസിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗം പേരും അതിനെ കടന്നു കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. അവർ ആ പ്രശ്നത്തിന് അവർ സെർട്ടൺ ടൈം അവർ ചിന്തിക്കും, ദൈവം ഞാൻ അന്നത് ചെയ്തായിരുന്നു, എത്ര വലിയ മണ്ടത്തരായി പോലെന്ന്. അങ്ങനെ ജീവിക്കുന്നവർ തന്നെയാണ് കൂടുതലും. ഞാൻ അറിഞ്ഞിടത്തോളം അല്ലെങ്കിൽ ഞാൻ അറിയാൻ ശ്രമിച്ചിടത്തോളം എനിക്ക് കിട്ടിക്കുന്ന ആളോടൊക്കെ പറഞ്ഞു തീർക്കുക തന്നെയായിരുന്നു. സാർ ആ ഒരു മൊമെന്റിൽ ഞാൻ എൻ്റെ മോളും കൂടെ കൈ പിടിച്ച് റെയിൽവേ ട്രാക്കിലേക്ക് നടന്നതായിരുന്നു. എന്നിട്ട് തിരിച്ച് വന്നതിന്റെ പിറ്റേ ദിവസമാണ് എനിക്ക് PSC റിക്രൂട്ട്മെന്റ് കിട്ടിയെന്നുള്ള എന്നോട് പറഞ്ഞ എൻ്റെ ക്ലയന്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇടയ്ക്കൊരു സ്വാമിയുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ സ്വാമി പറഞ്ഞത്, പുള്ളി ഒരു ഘട്ടത്തിൽ ജീവിക്കാൻ വേറെ നിവൃത്തിയൊന്നുമില്ല, പൂർവാശ്രമത്തിലാണ്, ജീവിക്കാൻ നിവൃത്തിയൊന്നുമില്ല. പുള്ളി അവസാനം തീരുമാനിക്കുകയാണ് ഭാര്യയും മക്കളെയും കൊല്ലുക, ട്രെയിന് പോയി തലവെക്കുക. അപ്പോൾ ഭാര്യ മക്കളെ കൊല്ലാൻ പറ്റിയില്ല, എന്നാൽ ട്രെയിന് തലവെക്കാന്ന് വിചാരിച്ചിട്ട് പോയി കിടന്നപ്പോൾ ആരോ വലിച്ചഴിച്ച് പുറത്തിട്ടു. പുള്ളി പിന്നെ ഒരു ആത്മീയ യാത്ര പോയി, പിന്നീട് സ്വാമിയായി തിരിച്ചു വന്നു. ഇന്ന് ആ മക്കളും ഭാര്യയൊക്കെ ഹാപ്പിയായിട്ട് ജീവിക്കുന്നു. ഒന്നിനും മസ്റ്റല്ല എന്നുള്ളതാണ്. ഈ കുടുംബത്തെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്നവരോട് നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോളൂ, വേണ്ടെന്ന് ഞാൻ പറയില്ല, അത് നിങ്ങളുടെ ഇഷ്ടം, പക്ഷെ ചെയ്തത് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ എന്തിനാ നിങ്ങൾ കുടുംബത്തെ കൊല്ലണേ? നിങ്ങളില്ലേലും ആ കുടുംബം ഭംഗിയായി ജീവിക്കും, വേറൊരു തരത്തിലായി പോകുന്നുള്ളൂ. ചില ആളുകൾക്കുണ്ട്, ഞാൻ ഈ നാട്ടില്
ഈ ഉത്സവ കമ്മിറ്റി ഉപദേശ സമിതിയൊക്കെ വിളിക്കുമ്പോൾ ചില ആളുകൾ ആ പുള്ളിയെ വിളിക്കണം, ആ പുള്ളിയില്ലെങ്കിൽ ഇവിടുത്തെ പരിപാടിയൊന്നും നടക്കില്ല, നാളെ ആ പുള്ളി ഇല്ലാതായി കഴിഞ്ഞാൽ ഉത്സവം നടക്കില്ലേ. ആരും ഒന്നിനും ഒരു ഇപ്പൊ കൃഷ്ണകുമാറേട്ടൻ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എന്റെ മനസ്സിലെന്താ, ഞാനൊരു 10 ദിവസം ആശുപത്രിയിലായി പോയി കഴിഞ്ഞ സ്ഥാപനം അതിനകത്തൊരു ടേം ഇല്ലേ, നിങ്ങളുടെ യുവർ ആബ്സെൻസ് ഈസ് ഇറലവന്റ് എന്ന് പറയണേ. നിങ്ങളുടെ ഇല്ലായ്മ എന്നുള്ള വലിയ പ്രസക്തിയൊന്നുമില്ല. നമ്മളെല്ലാവരും വിചാരിക്കണം നമ്മളില്ലെങ്കിൽ ഇവിടെ പോയില്ല എന്നുള്ളതാണ്. നമ്മളില്ലെങ്കിലും അതിനനുസൃതമായ കാര്യം നടന്നു പോയിക്കോളുന്നുള്ള. അപ്പോൾ അതിനകത്ത് എത്രയേ ഉള്ളൂ, രോഹിത് പറഞ്ഞ പോലെ മറ്റുള്ളവരെ കൊല്ലരുതെന്ന് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളൊന്ന് ഫേസ് ചെയ്യാൻ തയ്യാറായാൽ പറഞ്ഞൊരു പോയിന്റ്. ഇപ്പോ ഫിസിക്കൽ ബോഡി നമ്മൾ തീരുമാനിക്കുകയാണ് ഇത് അവസാനിപ്പിച്ചേക്കാം, പക്ഷെ സ്പിരിച്വൽ ബോഡിക്ക് ഒരിക്കലും അതിനുള്ള താല്പര്യമില്ല. അയാളൊരു 100 വർഷം ജീവിക്കാനായിരിക്കും, അല്ലെങ്കിൽ 80 വർഷം ജീവിക്കാനായിരിക്കും വന്നേക്കാം. അപ്പോൾ ഒരു പോയിന്റില് ഇത് തീർത്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാണ്ട് അയാൾ ഇവിടെ കിടന്ന് കറങ്ങും. അതിനെയാണ് നമ്മൾ നെഗറ്റീവ് എനർജി, ആത്മാവ്, പ്രേതം, ഭൂതം എന്നൊക്കെ പറയുന്നത്. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം റിഗ്രറ്റ് ചെയ്യും അല്ലേ? അപ്പൊ അതിന് തിരിച്ച് ഇപ്പൊ ആ ഒരു സെർട്ടൺ ഇഷ്യൂ ഇവൻ അത് അല്ലെ വേണ്ടതൊക്കെ വേണം. ഞാൻ ഒരു തമാശ വീട്ടിൽ പറയട്ടെ, ഇപ്പൊ ഇന്നലെ ഒരാൾ കയറി ആത്മഹത്യ ചെയ്തു. ഓക്കെ, ഒരു വിഷയം അവൻ ആത്മഹത്യ ചെയ്തു. പക്ഷെ ഈ സോൾ കാണുന്ന കാഴ്ച ഈ അടുത്ത് വരാൻ പോകുന്ന ഓണം ബമ്പർ അടിച്ചിട്ടോ നല്ല ഭംഗിയായിട്ട് ജീവിക്കുന്ന ഒരു സീനായിരുന്നെങ്കിൽ ആ സോളിന്റെ അങ്ങനെ വരുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞിട്ട് ഇവര് പണ്ടുണ്ടായിരുന്നു, ജയറാമിന്റെ ഒരു പടം വന്നിട്ടുണ്ട്. ഇപ്പോഴും ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ റീൽസിൽ കണ്ടു കുറെ സിനിമകൾ ഇതേ ഒരു കണ്ടന്റ് ആയിട്ട് വരുന്നു. ഇപ്പൊ കൃഷ്ണകുമാരേട്ടൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നു, എന്റെ നാട്ടിൽ ഒരു ചേട്ടൻ, എനിക്ക് ആ പുള്ളിയായിട്ട് വലിയ ആത്മബന്ധം തോന്നുന്നില്ല, പക്ഷെ എന്റെ വീടിന്റെ അടുത്തുള്ള അവരുടെ അച്ഛൻ, അവരുടെ സഹോദരിയൊക്കെ എൻ്റെ കൂടെ പഠിച്ചതാണ്. അപ്പോൾ പുള്ളി ഗൾഫിലാണ്, കുഞ്ഞുനാളിലെ ഗൾഫിൽ പോയി അത്യാവശ്യം നല്ലൊരു വീട് വെച്ചു. സഹോദരിയുടെ വിവാഹത്തെക്കുറിച്ചുള്ള പ്ലാനിങ് ആണ്. അദ്ദേഹം കാണാൻ നല്ല സുന്ദരനായ ചെറുപ്പക്കാരൻ, യാതൊരു വിധമായ ദുശീലങ്ങളും ആരുടെ അറിവിലില്ല. ഇദ്ദേഹം ഗൾഫിൽ നിന്ന് വന്നു, നാട്ടിലുണ്ട്. പുള്ളി വന്നാൽ പുള്ളി വീട്, അങ്ങനെ ഒരു ലോകത്ത് പുള്ളി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ഒരു ദിവസം രാവിലെ ഒരാൾ എന്നെ വിളിക്കുക ഉറക്കത്തി, എടാ എവിടാ? ഞാൻ പറഞ്ഞു വീട്ടിലാ കിടക്കുക. നീ പെട്ടെന്ന് മറ്റേ താലൂക്ക് ആശുപത്രി, എന്ത് പറ്റി? ഇന്നാള്, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്നാള് മരിച്ചു. ഒരു ഭയങ്കര ചേട്ടാ, എന്നെക്കാട്ടി ഒരു 5-6 വയസ്സിന് മൂത്ത ആളാണ്. എൻ്റെ ഒരു 20-22 വയസ്സിന് ആയിരിക്കണം, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? മറ്റേ BP ഷൂട്ട് എന്തോ. അപ്പൊ ഞാൻ പെട്ടെന്ന് കുളിച്ച് റെഡിയായി ബൈക്ക് എടുത്ത് പുറത്തോട്ട് ഇറങ്ങി ജംഗ്ഷനിലോട്ട് വന്നപ്പോൾ ഇങ്ങനെ പല കഥകൾ അവിടെ ഇരിക്കുകയായിരുന്നു. രാവിലെ വന്നപ്പോൾ മരിച്ചു കിടക്കുന്നു, അങ്ങനെ പല കഥകൾ കേൾക്കാൻ നമ്മൾ നേരെ പോവാം. അന്ന് നമുക്ക് ഇച്ചിരി പൊതുപ്രവർത്തനം, ഈ സോഷ്യൽ ഇടപെടണം, ഓടി എത്തുക എന്നുള്ളതാണ്. ഞാൻ നേരെ അവിടെ ചെന്ന്, ഇപ്പോൾ മോർച്ചയുടെ മുന്നിലാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെല്ലാവരും അവിടെ നിൽക്കുന്നു. ഞാൻ നേരെ മോർച്ചയുടെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ചെറിയ കാറ്റിങ്ങനെ അടിച്ചിട്ട് ഈ മോർച്ചയുടെ വാതിൽ അതൊക്കെ ഇങ്ങനെ തുറക്കും. മോർച്ചറി പോസ്റ്റ്മോർട്ടം റൂം അന്ന് കൊട്ടരക്ക താലൂക്ക് ആശുപത്രിയുടെ പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറയുന്ന ഒരു പഴയ കെട്ടിടമാണ് അന്നത്തെ സമയത്ത്. ഇത് ഇങ്ങനെ പതുക്കെ തുറക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു, നമ്മളെ കൂട്ടുകാരെ കണ്ടൊരു ഈ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഇടത്തേക്ക് തിരിയുമ്പോൾ ഈ ബോഡി ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കാണ്ട്, നല്ല വടിവത്ത ശരീരം, വെളുത്ത നിറം, പുള്ളി ലുങ്കി മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം വീട്ടില് പുറത്തിരുന്ന് ആരോടോ സംസാരിക്കുകയോ വായിക്കുകയോ എന്തോ ചെയ്യുമായിരുന്നു. ഒരു നിമിഷം ഞാൻ ഇങ്ങനെ നോക്കി, പെട്ടെന്ന് ഇത് അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു കണക്ഷൻ ഉണ്ട്. ഈ ഇത്തരം കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിൽ നിന്ന് പോവില്ല. ഇതൊക്കെ ഒരു പക്ഷേ ഇതിനോട് ഞാൻ പറഞ്ഞു, ഇത് എപ്പോഴും എന്റെ മനസ്സിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഇരിക്കുന്ന ക്യാമറമാരോട് വെച്ച് ഈ ഇൻസിഡന്റ് പറഞ്ഞു. ഇത് ആ സമയത്ത് അവിടെ കിടക്കുമ്പോൾ ഇയാളുടെ ഒരു സ്പിരിച്വൽ ബോഡി അവിടെ ഉണ്ടാവില്ല. ആ സ്പിരിച്വൽ ബോഡി ചോദിക്കുന്ന കുറെ ചോദ്യങ്ങൾ ഉണ്ടാവില്ല. ഞാൻ എന്തിനാണ് ഇത്രയും കാലം കഷ്ടപ്പെട്ടത്? എന്റെ സ്വപ്നങ്ങൾ തീർന്നിട്ടില്ല, ഞാൻ പോവാണ്. ഞാൻ പിന്നെ അവിടെ നിൽക്കുമ്പോൾ ഈ കുറച്ച് പേര് വേണം, താങ്കൾ പറഞ്ഞ പോലെ ഈ ബോഡി തിരിച്ചു കിടത്താനൊക്കെ, ഫോട്ടോ എടുക്കാനൊക്കെ ആളുകൾ പെട്ടെന്ന് വാന്ന് പറഞ്ഞു. എനിക്ക് പോരിക്കാൻ പറ്റില്ല, അവിടെ നിൽക്കല്ലേ. അപ്പൊ ഞങ്ങൾ 3-4 പേര് കയറി ഇത് തിരിച്ചിട്ടു, മറിച്ചിട്ടു, ബോഡി ഫോട്ടോയൊക്കെ എടുത്തു. ഞാൻ കുറച്ചു നേരം നോക്കി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വരുന്ന ഒരു ലേഡി ഉണ്ട്. ഇവരിങ്ങനെ സൂചി ഇങ്ങനെ കൊരുത്തിട്ട്, ആ സീൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നീല പ്ലാസ്റ്റിക് ഇങ്ങനെ പൊതിഞ്ഞിട്ടുണ്ട് അവരുടെ ദേഹത്ത്, ഇതൊന്നും ആവാതിരിക്കാൻ. ഇങ്ങനെ വന്നിട്ട് ഇവരിങ്ങനെ കയറി ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഈ ബോഡി മുഖത്തോട്ട് നോക്കി. 1 മിനിറ്റ് ഇങ്ങനെ നോക്കിയിട്ട് അവരുടെ മുഖത്തൊരു ഒരു ഭാവമുണ്ട്, അത് ഇപ്പോഴും ഞാൻ മറക്കില്ല. അത് എനിക്ക് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ നോക്കിയിട്ട് ഇവരിത് സ്ഥിരം കാണുന്നതല്ലേ, ഇവര് പെട്ടെന്ന് എടാ മറ്റേ ബക്കറ്റ് എടുത്തോ. ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അവരും ചിന്തിച്ചിട്ടുണ്ടാവുക ഈ കുട്ടിക്ക് എന്താ പറ്റിയെന്നായിരിക്കും. ഇപ്പോഴും മനസ്സിൽ നിന്ന് മാറാത്ത ചില സീനുകളാണ്. ഇപ്പോഴും ഞാൻ ഇവരോട് പറഞ്ഞെന്നറിയോ, എടാ നമുക്കൊരു പോസ്റ്റ്മോർട്ടം റൂം സെറ്റ് ഇട്ടിട്ട് ഒരു സംഭവം ചെയ്യണം. അവിടെ ഈ ഫിസിക്കൽ ബോഡിയും ഈ സ്പിരിച്വൽ ബോഡിയും തമ്മിൽ നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് അറിയില്ല, അത് എഴുതാൻ ആളെ കിട്ടിയിട്ടില്ല.
10 വർഷമായിട്ട് ഞാൻ അത് എഴുതാനാണ് തപ്പിയെടുക്കുക. അങ്ങനെ എഴുതാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് എഴുതാം. തീർച്ചയായിട്ടും എന്താണ് ഞാൻ പണ്ട് അത് ഞാൻ ഒന്നും ആവാത്ത സമയമാണ്, അതായത് ചാനലില്ല, ഒന്നുമില്ല. ആ സമയത്ത് ഞാൻ ഒരാളെ കണ്ടുപിടിച്ച് തിരുവനന്തപുരത്ത് പോയി, അയാൾ എന്നോട് ഇത് പറഞ്ഞു തരാമെന്ന്. കാരണം ഇങ്ങനെ സൗഹൃദം വഴി പോയതാ. അവിടെ ചെന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഈ ബോഡി കടൽ തീരത്തേക്ക് പോകുന്നു, ചെമ്പകത്തറയിൽ. അതൊന്നുമില്ല, അതൊക്കെ നാടകമാണ്, ഡ്രാമയാണ്, അതൊന്നും എനിക്കല്ല. ഇവിടെ ഈ പോസ്റ്റ്മോർട്ടം ടേബിളിൽ ഇരുന്നുകൊണ്ട് ഈ ഫിസിക്കൽ ബോഡിയും ഈ സ്പിരിച്വൽ ബോഡിയും എന്ത് സംസാരിക്കും, അതാണ് എനിക്ക് അറിയേണ്ടത് എന്നുള്ളത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് താങ്കളുടെ ആ യൂട്യൂബ് ചാനലിൽ ആ വീഡിയോ കണ്ടപ്പോൾ ഇത് ചോദിക്കണം എന്ന് വിചാരിച്ചത്. ഇനി സിമ്പിൾ ആയിട്ട് ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാം. എന്തൊക്കെ ആവശ്യങ്ങൾക്ക് പ്രേക്ഷകർ കൃഷ്ണകുമാറിനെ വിളിക്കാം? എന്നെ സംബന്ധിച്ചിട്ട് ഈ ഒരു എക്സ്പീരിയൻസിലൂടെ ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തുടങ്ങിയത് ഫെങ്ഷയിലൂടെയാണ്. 2010 ഞാൻ ഫെങ്ഷ സ്റ്റാർട്ട് ചെയ്യണത്. പക്ഷെ ആ ഒരു ജേണി കണ്ടിന്യൂ ചെയ്തപ്പോൾ എനിക്ക് അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്താ പറയുമോ രോഹിത്, നമുക്ക് ഒരുപാട് ജീവിതങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്. അതായത് വേണമെങ്കിൽ എനിക്ക് വേറൊരാളായിട്ട് ജനിച്ചിട്ട് അവൻ്റെ ജീവിതം എക്സ്പീരിയൻസ് ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മളിപ്പോൾ ഈ 2500 ക്ലയൻസുമായിട്ട് ഇടപെട്ട് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ചാൽ ഓരോരുത്തരുടെയും ജീവിതം നമുക്ക് A to Z മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ നേരത്തെ പറഞ്ഞ പലരെങ്കിലും കുറേ പേരെങ്കിലും പറയാറുണ്ട്, സാറിൻ്റെ അന്നത്തെ ഒരു കോള് അല്ലെങ്കിൽ അന്നത്തെ ഒരു സംഗതി നമ്മൾ ഭയങ്കര ഹെൽപ്പ്, ഇത് നമുക്ക് തരുന്നൊരു ഭയങ്കര സന്തോഷമാണ്. അല്ലാണ്ട് അന്നേരം മേടിക്കുന്ന ഒരു ഫീ അല്ല നമ്മുടെ റിയൽ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ജേണി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത സമയത്ത് ഞാൻ അതിന് കൂടെ തന്നെ ന്യൂമറോളജി പഠിച്ചു. ന്യൂമറോളജി എനിക്ക് അതിന് കാരണമുണ്ട് കേട്ടോ. ന്യൂമറോളജി പഠിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നോക്കിയപ്പോൾ ഒരു സമയത്ത് നോക്കിയപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഫിലിം സ്റ്റാറുകളുടെയൊക്കെ പേരുകളുടെയൊക്കെ സ്പെല്ലിങ് ടകടകാന്ന് മാറുന്നു. അജയ് ദേവ്ഗണിന്റെ മാറിയിരിക്കണു, റാണി മുഖർജിയുടെ മാറിയിരിക്കണു, കജോളിന്റെ മാറിയിരിക്കണു. വിയേർഡായിട്ടുള്ള സ്പെല്ലിങ്ങുകൾ കാണണം, നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത സ്പെല്ലിങ്ങുകൾ കാണണം. മൂവീസിന്റെ സ്പെല്ലിംഗ്, ഇപ്പോൾ ഗുഡ് ന്യൂസ് പറഞ്ഞിട്ട് മൂവി വന്നത് അക്ഷയ് കുമാറിൻ്റെയൊക്കെ, അതിൻ്റെയൊക്കെ സ്പെല്ലിങ്ങളൊക്കെ ഡിഫറെൻറ്റ്. ഇപ്പോൾ ഇതെന്താ റീസൺ എന്നുള്ള ഈ അന്വേഷണം വന്നപ്പോഴാണ് അത് ന്യൂമറോളജിയിൽ പോയി എത്തിപ്പെട്ടു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് നമുക്ക് വളരെ ഈസിലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള, ഈസിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ചൈനീസ് ന്യൂമറോളജി ഉണ്ട്, ലോഷു ന്യൂമറോളജി എന്ന് പറയും. അത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. കാരണം ഈ ഒക്കൾട്ടിലെല്ലാം തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. ആസ്ട്രോളജിക്ക് ഭയങ്കര പാടല്ല, ഒരുപാടുണ്ട് പഠിക്കാന്ന് പറയും. അപ്പോൾ മെഡിറ്റേഷൻ, യോഗ, ഇതൊക്കെ ഭയങ്കര, അല്ലെങ്കിൽ വാസ്തു എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പഠിക്കേണ്ടതായിരിക്കും. പക്ഷെ ന്യൂമറോളജി വളരെ ഈസിയാണ്. കാരണം ഒരു വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്തിനെ എടുത്തിട്ട് ആ വ്യക്തിയുടെ അവരുടെ പ്ലസ് ആൻഡ് മൈനസ്, അതല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു ഭാഗമാണ് ശരിക്കും ഈ ന്യൂമറോളജി എന്നുള്ളത്. വളരെ രസമാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഡേറ്റ് ഓഫ് ബർത്ത് അല്ല രോഹിത്തെ, മാറ്റാൻ പറ്റുന്ന സാധനം നമുക്ക് പേരിന്റെ ചെറിയൊരു വൈബ്രേഷൻ ആണ്. അത് നമുക്ക് ചെറുതായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു വൈബ്രേഷൻ ആ ഡേറ്റ് ഓഫ് ബർത്തിന്റെ സ്ട്രെങ്ത്തുമായിട്ട് റിലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂമറോളജി എന്ന് പറയുന്നത്. ന്യൂമറോളജി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന കാര്യം എന്താ, പേര് മാറ്റുന്ന പരിപാടി എന്നുള്ളതാണ്. അങ്ങനെയല്ല, അത് എൻ്റെ ലാസ്റ്റ് റിസോർട്ടാണ്, വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യം. അതല്ലാതെ തന്നെ നമുക്ക് ആ ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്ലസും മൈനസും അതിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് പ്രോപ്പർലി അഗെയിൻ ബാലൻസ് ചെയ്യാം. ഞാൻ അവിടെയും ആ ഒരു പ്രിൻസിപ്പിൾ കൊണ്ടുവരും. കാരണം ഇറ്റ്സ് നോട്ട് ഓൾ അബൌട്ട് ഡൂയിങ് റെമഡീസ്. ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആസ്ട്രോളജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കൊടുക്കുന്ന ഒരാളല്ല, അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ആസ്ട്രോളജറുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ, അല്ലെ? ഒരു പ്രശ്നമില്ലാണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ആരായിരിക്കും? ആസ്ട്രോളജേഴ്സ് ആയിരിക്കും. കാരണം ഇവരെ സംബന്ധിച്ച് എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഉണ്ടെങ്കിൽ നമുക്ക്. പക്ഷെ ഇവിടെ റെമഡി ചെയ്യലല്ല ശരിക്കും പറഞ്ഞാൽ. അതായത് നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കി അതിനെ ബാലൻസ് ചെയ്ത് ലൈഫ് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ് ശരിക്കും ഈ ഒരു ഒക്കൾട്ടിനെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. അപ്പോൾ ന്യൂമറോളജി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം, ഭയങ്കര പവർഫുള്ളാണ്. ഒരു ചെറിയൊരു ചേഞ്ച് അല്ലെങ്കിൽ ചെറിയൊരു മേ ബി ഒരു റിംഗ് ആയിരിക്കും നമ്മൾ സജസ്റ്റ് ചെയ്യാം. ഞാനിത് ചേഞ്ച് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. 2 പേരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് രോഹിത് നല്ല പേര്, നല്ല എനർജി ആണെന്ന് പറഞ്ഞു. വെരി ഗുഡ്. അതിനകത്തൊരു ഹിറ്റ് വരുന്നുണ്ട്. വന്നു കയറിയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ. അപ്പോൾ പിന്നെ ആ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആസ്ട്രോളജി, അത് എൻ്റെ ഒരു വലിയ പാഷനാണ്. അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കണം, നല്ല ഭംഗിയായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുറേയും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കുറേ കൂടി പ്രിസൈസ് ആയിട്ട് നമുക്ക് ആളുകളുടെ ലൈഫിലേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സംഭവം ഉണ്ട് രോഹിത്. നമ്മൾ ഒരു കാര്യം നോക്കുമ്പോൾ ഒരു തിയറി പഠിച്ചു കഴിയുമ്പോൾ അതിൽ 100 പേരെ നോക്കുമ്പോൾ 80 പേരെ ശരിയാണെങ്കിൽ അപ്പോൾ നമുക്കതിനെ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇപ്പൊ ഞാൻ വളരെ സിമ്പിൾ പറയും. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് പ്രശസ്തരായ ആസ്ട്രോളജേഴ്സ് വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ചോദിച്ചു നോക്കുമോ, ലഗ്നഭാവത്തിൽ നിന്ന് 7 രാഹു നിൽക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി 90% ലവ് മാരീഡ് ആയിരിക്കും. ഓക്കെ, അത് ഉറപ്പാണ്. അതല്ല, ചന്ദ്രാൽ 7 രാഹു കേതു വന്നാലും അവർ ലവ് മാരീഡ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കതിനെ തള്ളിക്കളയാൻ പറ്റുന്നില്ല.
അപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകൾ വന്നു. അപ്പോൾ അത് ആസ്ട്രോളജി എൻ്റെ ഭാഗമായിട്ട് മാറി. അങ്ങനെ കണ്ടിന്യൂ ചെയ്തപ്പോൾ ഞാൻ ഹീലിംഗ് എന്നുള്ള സംഭവത്തെ വലിയ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായില്ലായിരുന്നു. ഒരു പ്രാവശ്യം റേക്കി ഞാൻ പഠിക്കാൻ ശ്രമിച്ചു, അതുകൊണ്ട് ഒരു കോഴ്സ് ചെയ്തു. ഞാൻ ലെഫ്റ്റ്, കാരണം ഇത് എൻ്റെ ഒരു കപ്പ് ഓഫ് ടീ അല്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനത് വിട്ടു. പക്ഷേ അഗൈൻ വെൻ ഐ സ്റ്റാർട്ടഡ് ഹിയറിംഗ് അബൌട്ട് ആക്സസ് ബാർ ഹീലിംഗ്, ഇത് എന്നോട് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ സെലിബ്രിറ്റി ആണ്, അപ്പോൾ ആക്ട്രസ് ലെന ഒരു പ്രാവശ്യം ഇങ്ങനെ ഈ ആക്സസ് ബാറിനെ കുറിച്ച് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് കോയിൻസൈഡൻസ്ലി നെക്സ്റ്റ് ഡേ ഞാൻ നമ്മുടെ ആക്ട്രസ് വിദ്യാബാലൻ ഇവരൊരു ഇന്റർവ്യൂവിൽ ഇരുന്ന് പറയുന്നു, ഇവർ വെയിറ്റ് മാനേജ് ചെയ്ത് ആക്സസ് ബാറിൽ കൂടിയാണ്. ഇത് എന്താ സംഭവം എന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഞാൻ എത്തിപ്പെട്ടത് പഠിക്കലാണ്. അത് ചെയ്യല്ല ചെയ്തത്, ഞാൻ ലിറ്ററലി വെന്റ് ആൻഡ് സ്റ്റഡിഡ് ആക്ച്വലി. അത് വളരെ എഫക്റ്റീവായിട്ട് എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ആക്ച്വലി കൊടുക്കുന്നത്. ഈ ആക്സസ് ബാറും മെഡിറ്റേഷനും കൂടി ചെയ്തിട്ട് എന്തോ ഒരു പ്രോഗ്രാം ഞാൻ അതിലേക്ക് കൊണ്ടുവരുന്നത്. കാര്യം വെച്ചാൽ നമുക്ക് മെഡിറ്റേഷൻ നമുക്ക് നല്ല പോലെ ഒരാളിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് മെഡിറ്റേഷനിലൂടെ. കാരണം അയാളുടെ ഒരു ഉപബോധ മനസ്സിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനോടൊപ്പം നമ്മൾ ആക്സസും കൂടെ അതിനകത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈസിലി നമുക്ക് മറ്റേ ആളെ ഹീൽ ചെയ്യാൻ പറ്റും. ആക്സസിൽ ശരിക്കും ഒരാളുടെ പ്രസൻസ് ആവശ്യമുണ്ട് ഹീൽ ചെയ്യാനായിട്ട്. ഒരു ഹീലർ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അയാൾക്ക് മറ്റേ ആളുടെ എനർജിയിലേക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു ഈസി മെത്തേഡാണ് ശരിക്കും ഒരു കമ്പൈൻഡ് മെഡിറ്റേഷൻ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാമാണ് ഇപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ എഫക്റ്റീവ് ആണ് ആക്ച്വലി. എനിക്ക് അതിനകത്ത് ട്രമെൻഡസ് റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഓൺലൈനിൽ ചെയ്യാൻ പറ്റുമോ? ഓൺലൈൻ പറ്റില്ല, അവിടെ നമുക്ക് ഫിസിക്കലി പ്രസന്റഡ് ആവണം. ഈ ആക്സസ് അങ്ങനെ പ്രത്യേകം, കാരണം ഇത് വളരെ സോഫ്റ്റ് ടച്ചസിലൂടെ പോകുന്ന ഒരു പ്രോസസ്സാണ് ആക്ച്വലി. 32 പോയിന്റ്സിൽ നമ്മൾ സോഫ്റ്റ് ടച്ച് ചെയ്തിട്ട് വരുന്ന ഒരു പ്രോസസ്സ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാതെ, അപ്പോൾ അതിന് നമ്മൾ ശരിക്കും പ്രസന്റഡ് ആവണം എന്നുള്ളതുണ്ട് ശരിക്കും. അങ്ങനെയാണ് ആക്സസ് ഹീലിംഗിന്റെ വരുന്നത്. ഇതൊക്കെയാണ് കൃഷ്ണകുമാർ ഏട്ടൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ അല്ലെങ്കിൽ കൺസൾട്ടേഷനുകൾ. അപ്പോൾ കൃഷ്ണകുമാരേട്ടൻ്റെ നമ്പർ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. കൃഷ്ണകുമാരേട്ട, ഒരുപാട് നേരം സംസാരിക്കാൻ സാധിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക്സ് a lot.